Hi friends, welcome to Recipes Recooked. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ടീ ആണ്. ഈ ചായ തയ്യാറാക്കാനായിട്ട് തേയിലയോ പാലോ പഞ്ചസാരയോ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വെയിറ്റ് ലോസിനും ഓവറോൾ ബോഡി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2.5 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി ഈ വെള്ളം നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് 2 ഇഞ്ച് വലുപ്പത്തില് ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചി ചായയാണ്, ജിഞ്ചർ ടീ. നമ്മുടെയൊക്കെ വീട്ടില് എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഇഞ്ചി. മഞ്ഞൾ എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇഞ്ചി. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ജിഞ്ചറോൾ. ഈ ജിഞ്ചറോൾസിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് തടയാനും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസും അലർജിക് റിയാക്ഷൻസ് കുറയ്ക്കാനും ഉള്ള കഴിവുണ്ട്. ഇത് മാത്രമല്ല, ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസിനും ഇതൊരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. ഈ ജിഞ്ചർ ടീ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ജിഞ്ചർ ടീ ഡെയിലി 2 പ്രാവശ്യമെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ദാ വെള്ളം നല്ലോണം ചൂടായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഒരു 5 to 7 മിനിറ്റ്സ് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് പല വേരിയേഷൻസിൽ തയ്യാറാക്കാം. ഇതിലോട്ട് തുളസി, മഞ്ഞൾപ്പൊടി, കുരുമുളകൊക്കെ ചേർത്തും തയ്യാറാക്കാം. അപ്പോൾ ആ ചായയുടെ സ്വാദേ അങ്ങ് മാറും. എല്ലാവർക്കും അത് കുടിക്കാൻ പറ്റിയെന്നും വരില്ല. എപ്പോഴും കുറെ ഇൻഗ്രീഡിയൻസ് അങ്ങ് ചേർത്ത് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും നല്ലതും എളുപ്പവും ഒരു ഇൻഗ്രീഡിയന്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ശ്രദ്ധിക്കുന്നതിലാണ്. മാത്രമല്ല, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയാൽ നമ്മളത് ചെയ്യാനൊന്ന് മടിക്കും. എന്നാൽ സിമ്പിൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കൂ. അപ്പോൾ ഇതൊരു 5 to 7 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇത് 2 മിനിറ്റ് കൂടി നല്ലോണം തിളയ്ക്കണം. ശർക്കരയുടെ ഒക്കെ അളവിൽ താല്പര്യം പോലെ മാറ്റം വരുത്താം. അതുപോലെ ശർക്കര ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ലിവർ ഡീടോക്സിഫിക്കേഷനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ. ശർക്കര ചേർത്തിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അരിച്ചിട്ട് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. സിമ്പിൾ ആണ്, എന്നാൽ നല്ല പവർഫുൾ ആണ്. തീർച്ചയായിട്ടും ഈ ജിഞ്ചർ ടീ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.